പ്രിയരെ, ഞാൻ സന്തോഷ് റാവത്താണ്. 2026 വായനാ മാസാചരണം പറമ്പ് ഗ്രന്ഥാലയം വായനശാല വളരെ വ്യത്യസ്തമായൊരു രീതിയിൽ ഗ്രന്ഥകർത്താക്കളുടെ രചനാലോകത്തെ എഴുത്തുവഴികളും എൻ പ്രിയ പുസ്തകവും എന്ന പങ്ക്തി സർഗസഞ്ചാരം എന്ന പേരിൽ നടത്തി വരികയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ പ്രിയ പുസ്തകം ഏത് എന്ന് എനിക്ക് പറയാൻ വളരെ പ്രയാസമുണ്ട്. മറ്റുള്ള എഴുത്തുകാരെല്ലാം പറയുന്ന പോലെ തന്നെയാണ് എൻ്റെയും അവസ്ഥ. പുസ്തകത്തെ സ്വീകരിക്കുന്നത് വായനക്കാരാണ്. വായനക്കാർക്ക് ഇഷ്ടപ്പെട്ട പുസ്തകവും എഴുത്തുകാരന് ഇഷ്ടപ്പെട്ട സ്വന്തം പുസ്തകവും തമ്മിൽ എങ്ങനെ മാറ്റി അല്ലെങ്കിൽ എങ്ങനെ അതിനെ വേറൊരു രീതിയിൽ കാണാമെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടാക്കുന്നുണ്ട്. എല്ലാ പുസ്തകങ്ങളും 8ഓളം പുസ്തകങ്ങൾ, ടിംബോയുടെ ഇംഗ്ലീഷ് വേർഷൻ ഉൾപ്പെടെ 8ഓളം പുസ്തകങ്ങൾ ഇറങ്ങുമ്പോൾ പൾമീറ മുതൽ ടിംബോ വരെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതിലെ കഥാപാത്രങ്ങളും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. പിന്നെ നമ്മുടെ എഴുത്തിൻ്റെ നാൾ വഴിയിൽ നമ്മളെ കൂടുതൽ ചേർത്ത് നിർത്തുന്ന ചില സംഭവങ്ങളും അതോടനുബന്ധിച്ച് ചില പുസ്തകത്തോട് നമ്മളെപ്പോഴും ഓർത്തു വെക്കുന്നതുണ്ടാവും. ഈ 8 പുസ്തകങ്ങളിലും ഒരു പുസ്തകം ഒഴികെയും എനിക്ക് പുറത്തുനിന്ന് സഹായം തേടേണ്ടി വന്നിട്ടില്ല. ചെറിയ ചെറിയ നാട്ടിൻപുറത്തെ ചില കാര്യങ്ങൾ ചോദിച്ചറിയാമെന്നല്ലാതെ മറ്റൊരു ഗൈഡൻസിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ 3ാമത്തെ പുസ്തകം യൂജിൻ ബോട്ട്കിൻ്റെ 112 വർഷങ്ങൾ എന്ന പുസ്തകം റഷ്യയിലൊരു കമ്മ്യൂണിസത്തിൻ്റെ തിരിച്ചു വരവും 3ഓളം പ്രണയ ജോഡികളുടെ പ്രണയ കഥയും അതിൽ പറയുന്നുണ്ട്. ചരിത്രം, സാമൂഹ്യ വ്യവസ്ഥ എല്ലാം ഉൾക്കൊണ്ടുള്ള ഒരു പുസ്തകമായതിനാൽ ഈ പുസ്തകത്തിന് അവതാരിക എഴുതാൻ ആരാണ് ആപ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ മുന്നിലുണ്ടായിരുന്നത് എം.എ. ബേബി സാറാണ്. സാറെ നേരിട്ട് വിളിക്കുകയും സാറോട് കാര്യങ്ങൾ പറയുകയും പുസ്തകം അയക്കാൻ പറയുകയും പുസ്തകം അയച്ചു കൊടുത്തു. സാർ അതിന് അവതാരിക എഴുതി തന്നു. പുസ്തകത്തിലെ കണ്ടന്റിനേക്കാൾ അപ്പുറത്ത് സാമൂഹിക കാലിക പ്രസക്തിയുള്ള ഒരു അവതാരികയായിരുന്നു അത് പിന്നീട് കോഴിക്കോട് ജില്ലാ ലൈബ്രറിയുടെ വായനാ മത്സരത്തിന് നമ്മുടെ പുസ്തകം 561 ലൈബ്രറികൾ ആ പുസ്തകം ഉപയോഗിച്ചു. പുസ്തകം 2 3 എഡിഷൻസ് പുറത്തിറങ്ങി. പക്ഷേ ആ പുസ്തകത്തിൻ്റെ എഡിഷൻസിൻ്റെ അപ്പുറം അതൊന്നുമല്ല ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നെ വിളിച്ച് തൻ്റെ രചനയിൽ ഇതിൽ ഒരു ഭാഗത്ത് എന്താ പറയുക ചരിത്രപരമായ ഒരു തെറ്റുണ്ട് എന്ന് പറഞ്ഞ് അത് തിരുത്തി തന്ന് എന്നെ സ്നേഹപൂർവ്വം ശാസിച്ച് ആ പുസ്തകത്തിന് വേണ്ട എല്ലാ തരത്തിലുള്ള പ്രചോദനവും നൽകിയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ബേബി സാർ. ആ യൂജിൻ എന്ന പുസ്തകം എപ്പോഴും എൻ്റെ കയ്യിൽ വരുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന ബേബി സാറാണ്.